ഒരു അധ്യയന വർഷം അവസാനിക്കുകയാണ്. കുട്ടികളെല്ലാവരും പരീക്ഷ കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങുന്ന ഫോട്ടോസൊക്കെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണക്കാണ് സെമിനാരിയിലും. ഒരു വർഷം അവസാനിക്കുന്നു. ബ്രദേഴ്സ് എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലും സന്തോഷത്തിലുമാണ്. ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനത്തിൽ നിൽക്കുമ്പോൾ ഫോർമാറ്റേഴ്സിൻ്റെ വല്ലാത്തൊരു ഉത്തരവാദിത്തമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു വർഷത്തെ ഓരോ കുട്ടികളുടെയും അസസ്മെൻറ്റ് ഫോം എഴുതുക എന്നുള്ളതാണ്. ഒരു വർഷം ഒരു വൈദിക വിദ്യാർത്ഥി അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും അവൻ്റെ സമൂഹ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലൊക്കെ എന്തുമാത്രം വിശ്വസ്തയോടും എന്തുമാത്രം ആത്മാർത്ഥതയോടും ഇവിടെ ജീവിച്ചു എന്ന് അവൻ്റെ ഫോർമാറ്റേഴ്സ് എഴുതണം. ഞാനിപ്പോൾ വളരെ കൃതജ്ഞതയോട് ഓർക്കുന്നത് എൻ്റെ 12 വർഷത്തെ ഫോർമാറ്റേഴ്സിനെയാണ്. എന്നെക്കുറിച്ചും ഒരു ഇത്രത്തോളം ആലോചിച്ചും ചിന്തിച്ചൊക്കെ എഴുതി കാണുമല്ലോ. ഒരാളെക്കുറിച്ച് 3 മണിക്കൂർ കൂടുതലാണ് സമയമെടുക്കുന്നത് എഴുതിയെടുക്കാൻ. കാരണം ഒരാളുടെ പൗരോഹിത്യത്തിൻ്റെ ജീവിതപാതയിൽ അയാളുടെ പ്രാർത്ഥനാ ജീവിതം ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു എന്നും അയാളുടെ ഭൗതിക ജീവിതവും അയാളുടെ വ്യക്തിപരമായ ജീവിതവും അയാളുടെ ബന്ധങ്ങളുമൊക്കെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയല്ല എന്ന് എഴുതാൻ ഞാൻ ആരാണ്? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെ ബലത്തിൽ ഇത് എഴുതേണ്ടി വരുമ്പോൾ വല്ലാണ്ട് കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് എഴുതുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഓരോ ബ്രദേഴ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എഴുതുമ്പോഴും അതിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി. ഇത് ഞാൻ എഴുതുന്നത് ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയാണ്. ഇതിലെഴുതുന്നത് ഒരുപക്ഷെ കൃത്യമായിരിക്കാം, ഒരുപക്ഷെ ഇതിൽ കുറവുകൾ വന്നേക്കാം. എന്തു തന്നെയായിരുന്നാലും എൻ്റെ വിശ്വാസം ഈ അസസ്മെൻറ്റ് ഈ സഹോദരൻ്റെ ദൈവവിളിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും സഹായിക്കുമെന്നും എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ റിപ്പോർട്ട് ഈ ദിവസങ്ങൾ എഴുതുമ്പോഴും എൻ്റെ ഗോസ്പൽ വായിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എപ്പോഴും ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ ഗോസ്പലിൽ പറഞ്ഞത്. ഓരോരുത്തരെക്കുറിച്ചും അവരുടെ വിലയിരുത്തലുകൾ ചെയ്യുമ്പോൾ അവരുടെ നന്മയും അവരുടെ കുറവുകളും അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടി ഇനിയുണ്ട്. അപ്പോഴാണ് ഈ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്. എവിടെയാണ് അടുത്ത വർഷം ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് ഈ വർഷം മനോഹരമായി കാര്യങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ആ വൈദിക വിദ്യാർത്ഥിയെ കുറച്ചും കൂടി വെളിച്ചം കിട്ടും. ഇന്ന് യേശു ചെയ്തത് അതാണ്. ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ മനോഹരമായൊരു സെൻറ്റൻസോട് കൂടിയാണ്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു ഉപമ പറഞ്ഞു. ആരോട് പറഞ്ഞു? തങ്ങളെ തന്നെ നീതിമാന്മാരാണെന്ന് വിശേഷിപ്പിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ചവരോട് യേശു മുഖത്ത് നോക്കി ഒരു കഥ പറഞ്ഞു. ആ കഥ ഒരു ഫരിസേയനും ഒരു പാപിയും ദേവാലയത്തിൽ പോയ കഥയാണ്. കാര്യങ്ങൾ മുഖത്ത് നോക്കി യേശു പറഞ്ഞു, അവൻ്റെ തിന്മയും അവൻ്റെ നന്മയും. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഇങ്ങനെയുള്ള കുറേ മനുഷ്യരാണ്. കുറവുകളൊക്കെ കുറേ മനുഷ്യർക്കുണ്ടാകുന്നുണ്ട്. ആ കുറവുകളൊക്കെ കൃത്യമായി അസസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് മുഖത്ത് നോക്കി പറയുന്ന മനുഷ്യരിന്ന് കുറവാണ്. എല്ലാവരും അവർ പോകുമ്പോൾ പിന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നിൽ കുറേ കാര്യങ്ങൾ കേട്ട് അവസാനം അവരുടെ ചെവിയിലെത്താത്തത് കൊണ്ട് തന്നെ അവർക്കത് തിരുത്താൻ കഴിയില്ല എന്നല്ല, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗോസ്പൽ യേശുവിനൊരു അസസ്മെൻ്റാണ്. യേശു നല്ലൊരു ഇവാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി തൻ്റെ മുമ്പിലിരുന്ന ഫരിസേയരുടെ കാര്യം അവതരിപ്പിച്ചു. മുഖത്ത് നോക്കി പറഞ്ഞു ഒരു ഫരിസേയൻ ദേവാലയത്തിൽ പോയ ഒരു കഥ. ആ കഥ കേട്ടപ്പോൾ കേട്ടിരുന്ന എല്ലാ ഫരിസേയർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതൊക്കെ ദൈവീകമാണെന്ന് ഇന്ന് നാം ചിന്തിക്കണം. തെറ്റുകൾ സ്വാഭാവികമാണ്, പക്ഷേ ആ തെറ്റുകൾ തിരുത്തേണ്ടത് ദൈവീകമാണ്. ആ ദൈവീക പാത മുഖത്ത് നോക്കിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോഴും മനുഷ്യരെക്കുറിച്ച് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.